വയലുകൾ തേടി വാഗ്ദത്ത നാട്ടിലേക്കൊരു യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. പുറപ്പാടിൻ്റെ ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 13 വരെയുള്ള വചനങ്ങളാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്: യേശു കഫർനാമിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ അവൻ്റെ അടുക്കൽ വന്ന് യാചിച്ചു, കർത്താവേ, എൻ്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കഠിന വേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. അപ്പോൾ ശതാധിപൻ പ്രതിവദിച്ചു, കർത്താവേ, നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്, എൻ്റെ കീഴിലും പടയാളികളുണ്ട്. ഒരുവനോട് പോവുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു, അവനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു. എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ ഇത് ചെയ്യുന്നു. യേശു ഇത് കേട്ട് ആശ്ചര്യപ്പെട്ട് തന്നെ അനുഗമിച്ചിരുന്നവരോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതുപോലുള്ള വിശ്വാസം ഇസ്രയേലിൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. യേശു ശതാധിപനോട് പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയത്ത് തന്നെ ഭൃത്യൻ സുഖം പ്രാപിച്ചു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ശതാധിപൻ യേശുവിൻ്റെ അടുത്തേക്ക് പോകുന്നതായിട്ട് കാണുന്നു. അന്നേരം ശതാധിപൻ ഒരു പൊസിഷനുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് യേശുവിൻ്റെ അടുത്തേക്ക് പോകുന്നതിന് അദ്ദേഹത്തിൻ്റെ പൊസിഷൻ ഒരു തടസ്സമായി കാണുന്നില്ല. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുന്നതിന് എൻ്റെ ജീവിതത്തിൽ എൻ്റെ പൊസിഷനോ അല്ലെങ്കിൽ എൻ്റെ ജോലിയോ അല്ലെങ്കിൽ എൻ്റെ കുടുംബമോ ഒന്നും തടസ്സമായി വരാനായിട്ട് പാടില്ല. ദൈവം അത് ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സ്വന്തം മകനും മകളുമായിട്ടാണ്. അന്നേരം ആ ഒരു അപ്പനും മകനുമായിട്ടുള്ളൊരു ബന്ധം, അപ്പനും മകളുമായിട്ടുള്ളൊരു ബന്ധം, ആ ഒരു ബന്ധത്തിലേക്ക് എപ്പോഴും യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുന്നതിന് വേണ്ടി എനിക്കും നിങ്ങൾക്കും യാതൊന്നും ജീവിതത്തിൽ തടസ്സമാകാനായിട്ട് പാടില്ല എന്നുള്ളത് ഈ വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമതായിട്ട് ശതാധിപൻ ഇവിടുന്ന് കാണുന്നത്, ശതാധിപൻ പോയത് യേശുവിൻ്റെ അടുത്തേക്ക് പോയത്, അതായത് ശതാധിപൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയല്ല അദ്ദേഹം പോയത് അദ്ദേഹത്തിൻ്റെ ഒരു ഭൃത്യൻ്റെ ആവശ്യവും ആയിക്കൊണ്ടാണ് ഈ ശതാധിപൻ യേശുവിൻ്റെ അടുത്തേക്ക് പോയത്. ആ ഭൃത്യനെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ടാണ് യേശുവിൻ്റെ സന്നിധിയിലേക്ക് ശതാധിപൻ കടന്നു ചെല്ലുന്നത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മൾ ദേവാലയത്തിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട്, നമ്മൾ പലപ്പോഴും ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ അനേക പെറ്റീഷൻസ് കൊണ്ടാണ് ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്നത്. എന്നാൽ ഇവിടെ ശതാധിപൻ പോയത് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയല്ല, അദ്ദേഹത്തിൻ്റെ ഒരു സെർവൻറ്റിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ ഒരു ഭൃത്യന് വേണ്ടിയാണ് യേശുവിൻ്റെ സന്നിധിയിലേക്ക് പോയത്. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ, നമ്മൾ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ നമ്മുടെ കാര്യമല്ലാതെ മറ്റ് എത്ര വ്യക്തികളെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടു ചെല്ലുന്നുണ്ടെന്ന് ഒരു നിമിഷം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ജോബിൻ്റെ പുസ്തകത്തിൽ 42-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ജോബിൻ്റെ ഐശ്വര്യം ഇരട്ടിയായി കൊടുത്തു. അന്നേരം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മറ്റനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. അനേകരെ സ്വന്തം ഹൃദയത്തിലെടുത്തുകൊണ്ട് യേശുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലേണ്ട വ്യക്തികളാണ് ഞാനും നിങ്ങളും. അപ്പോൾ അങ്ങനെ ചെല്ലുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ഐശ്വര്യം ദൈവം കൂടുതലായി അനുഗ്രഹിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം ഈ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അന്നേരം ശതാധിപൻ്റെ ജീവിതത്തിൽ തൻ്റെ ഭൃത്യനോടുള്ള ആ ഒരു സ്നേഹവും കരുതലും ഈ ശതാധിപൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ശതാധിപൻ തൻ്റെ ഭവനത്തിലുള്ള എല്ലാവരോടും ഒരു കൺസേൺ ഉള്ളതായിട്ട് ഇവിടെ നമുക്ക് ദൈവവചനം വായിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഓഫീസിലുള്ള അല്ലെങ്കിൽ എൻ്റെ കമ്പനിയിലുള്ള, എൻ്റെ കുടുംബത്തിലുള്ള മറ്റ് എത്ര വ്യക്തികളോട് ഒരു കൺസേൺ എനിക്കും നിങ്ങൾക്കും ഉണ്ടോ എന്ന് ചിന്തിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ ആരാധിക്കുന്നുണ്ട്, നമ്മൾ ബലിയർപ്പിക്കുന്നുണ്ട്. പക്ഷേ യേശു എന്നോടും നിങ്ങളോടും പറഞ്ഞിരിക്കുന്നത്, ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുമെന്ന. അന്നേരം സ്നേഹത്തെ കൂടാതെ ദൈവം പറഞ്ഞൊരു
കൽപ്പനയാണ്. ആ ദൈവം പറഞ്ഞു, എന്നോടും നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. അന്നേരം ആ സ്നേഹം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ യേശു കാണിച്ച സ്നേഹം വഴി എൻ്റെ കുടുംബത്തിലെ മറ്റു വ്യക്തികളെ കൂടി അവരെ പരസ്പരം സ്നേഹിക്കുവാൻ, അവരോട് ഒരു കരുണ കാണിക്കുവാൻ ദൈവം ഈ ദിവസം എന്നെയും നിങ്ങളെയും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം നമുക്ക് വീണ്ടും കാണുവാൻ കഴിയും ഒരു തളർവാദ രോഗിയെ. തൻ്റെ സുഹൃത്തുക്കൾ 4 പേര് ചേർന്ന് തൻ്റെ സുഹൃത്തിനെ ഒരു കട്ടിലോടുകൂടി യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുന്നു. അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. അതായത് ഞങ്ങളുടെ ഈ സുഹൃത്തിൻ്റെ ഈ രോഗത്തിന് പരിഹാരം യേശുവിലാണ്, യേശുവിൽ മാത്രമാണ്. അതുകൊണ്ടാണ് അവർ അത്രമാത്രം പെയിൻ എടുത്ത് തൻ്റെ സുഹൃത്തിനെ കട്ടിലോടുകൂടി യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുചെല്ലുന്നു. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ആ കൊണ്ടുവന്നവരുടെ വിശ്വാസ നിമിത്തം യേശു ഈ തളർവാദ രോഗിയുടെ പാപങ്ങൾ ക്ഷമിച്ച് അവനെ സൗഖ്യമാക്കുന്നതായിട്ട് നമുക്ക് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഈ മറ്റുള്ളവരോടുള്ളൊരു കൺസേൺ ആ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുചെല്ലുമ്പോൾ യേശുവിലാണ് ഇവൻ്റെ പ്രശ്നത്തിന് പരിഹാരം എന്ന് മനസ്സിലാക്കുവാൻ, യേശുവിലാണ് അവൻ്റെ പ്രശ്നത്തിന് പരിഹാരം, അത് സോൾവ് ചെയ്യുന്നത് യേശുവിൽ മാത്രമാണെന്നുള്ള ബോധ്യം എനിക്കും നിങ്ങൾക്കുമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് ഈ ലോകത്തിൽ വേദന അനുഭവിക്കുന്ന അനേകരെ എടുത്തുകൊണ്ട് എനിക്ക് എൻ്റെ യേശുവിൻ്റെ അടുത്തേക്ക് പോകുവാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മൾ പലപ്പോഴും സെൽഫിഷാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മൾ സെൽഫിഷാണ്. ഞാനും എൻ്റെ കുടുംബവും മാത്രമാണെന്നുള്ള ആ ഒരു കൺസേൺ മാറ്റിക്കൊണ്ട് നമ്മളൊന്ന് വൈഡായിട്ട് ചിന്തിക്കാം. ഈ ലോകം മുഴുവൻ ദൈവം എനിക്കും നിങ്ങൾക്കും നൽകിയിരിക്കുക. ദൈവം എല്ലാം നല്ലതിനു വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എൻ്റെ സഹോദരൻ വേദനിക്കുമ്പോൾ അവനെ എടുത്തുകൊണ്ട് യേശുവിൻ്റെ സന്നിധിയിലേക്കൊന്ന് കടന്നു ചെല്ലുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ഇവിടെ ശതാധിപൻ തൻ്റെ ഭൃത്യന് അതിനു മുമ്പ് ട്രീറ്റ് ചെയ്തിട്ടുണ്ടാകാം. വചനത്തിൽ നമുക്ക് കാണുന്നില്ല. അതിനു പല വൈദ്യന്മാരുടെ അടുത്ത് കൊണ്ടുപോയി ചികിത്സിച്ചിട്ടുണ്ടാകാം. പക്ഷേ അവിടെ ഒന്നും തൻ്റെ ഭൃത്യന് ഒരു സുഖം പ്രാപിക്കുവാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ശതാധിപൻ വിശ്വസിക്കുകയാണ്, എൻ്റെ യേശുവിൻ്റെ അടുത്ത് എൻ്റെ ഭൃത്യൻ്റെ ഈ രോഗത്തിന് പ്രശ്നത്തിന് പരിഹാരമുണ്ടെന്ന് ശതാധിപൻ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്കൊക്കെ വിശ്വാസമുണ്ട്. നമ്മുടെയൊക്കെ വിശ്വാസം നമ്മൾ ഈ കാണുന്നതിലല്ല നമ്മുടെ വിശ്വാസം, നമ്മുടെ ഹൃദയത്തിലാണ് ഞാനും നിങ്ങളും വിശ്വസിക്കേണ്ടത്. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ നീ രക്ഷ പ്രാപിക്കും. അന്നേരം നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ സഹോദരങ്ങളെ യേശുവിൻ്റെ അടുത്തേക്ക് നമുക്ക് കൊണ്ടുചെല്ലേണ്ടത് ആവശ്യമുണ്ട്. അന്നേരം ശതാധിപൻ വിശ്വസിച്ചു, എൻ്റെ ഭൃത്യൻ്റെ പ്രശ്നത്തിന് പരിഹാരം യേശുവാണ്, യേശുവിൽ മാത്രമാണെന്ന് ശതാധിപൻ വിശ്വസിക്കുകയാണ്. നമുക്ക് മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ആ രക്തസ്രാവക്കാരി സ്ത്രീയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ രക്തസ്രാവക്കാരി സ്ത്രീ അവൾ അനേക ചികിത്സ നടത്തി, അവളുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടായില്ല. അവളുടെ സ്ഥിതി കൂടുതൽ മോശമാവുകയാണ് ചെയ്യുന്നത്. പക്ഷേ അവൾ യേശുവിനെ അറിഞ്ഞു. അതിൻ്റെ പ്രശ്നത്തിന് പരിഹാരം യേശുവിലാണ്, യേശുവിൽ മാത്രമാണെന്ന് വിശ്വസിച്ചപ്പോൾ ദൈവം അവളുടെ വിശ്വാസ നിമിത്തം അവളെ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുന്നതായിട്ട് എനിക്കും നിങ്ങൾക്കും കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അന്നേരം ഇവിടെ ശതാധിപൻ യേശുവിൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, എൻ്റെ ഭൃത്യൻ സുഖമില്ലാതിരിക്കുക. അന്നേരം എൻ്റെ ഭൃത്യൻ്റെ പരിഹാരം യേശുവിലാണെന്ന് വിശ്വസിച്ചുകൊണ്ട് യേശുവിനോട് വന്ന് പറയുകയാണ്. അപ്പോൾ യേശു പറയുകയാണ്, ഞാൻ നിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്ന് ഞാൻ നിൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്താമെന്ന് യേശു പറയുകയാണ്. അപ്പോൾ യേശു എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരാമെന്ന് പറയുമ്പോൾ ശതാധിപനിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ്. ഞാൻ ആരുടെ മുമ്പിലാണ് നിൽക്കുന്നത്? ഞാൻ സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ, പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അവൻ എൻ്റെ ഭവനത്തിൽ വരുവാൻ യോഗ്യനല്ല എന്നുള്ള വലിയൊരു ബോധ്യം, അവൻ തന്നിലേക്ക് തന്നെ നോക്കുമ്പോൾ താൻ പാപിയാണെന്നുള്ള വലിയൊരു ബോധ്യം ഈ ശതാധിപൻ്റെ ജീവിതത്തിലേക്ക് ശതാധിപൻ മനസ്സിലാക്കുകയാണ്. തന്നെ തന്നെ ഒന്ന് പരിശോധിക്കുവാൻ ശതാധിപൻ ശ്രമിക്കുകയാണ്. ഞാനും നിങ്ങളും ബലിയർപ്പിക്കാൻ പോകുന്നുണ്ട്, ഞാനും നിങ്ങളും ആരാധിക്കാൻ പോകുന്നുണ്ട്. ദൈവത്തിൻ്റെ സന്നിധി നിൽക്കുമ്പോൾ എന്നെ തന്നെ ഒന്ന് പരിശോധിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കാറുണ്ടോ? എന്നെ തന്നെ ഒന്ന് പരിശോധിക്കുവാനായിട്ട് വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം പറയാണ്, വരുവീൻ നമുക്കൊന്ന് രമ്യതപ്പെടാം. അന്നേരം ഓരോ ബലിയിലും
ഈ ഒരു രമ്യത എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. നിൻ്റെ പാപം എത്ര കടിഞ്ചുവപ്പാണെങ്കിലും ഞാൻ മഞ്ഞുപോലെ വെളുപ്പിക്കാമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വചനം, ആ ദൈവത്തിൻ്റെ വചനത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നമുക്കറിയാം പ്രോഡിക്കൽ സൺ, ധൂർത്തപുത്രൻ മടങ്ങി വരുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അപ്പ സ്വർഗത്തോടും നിന്നോടും ഞാൻ പാപം ചെയ്തു, നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്നുള്ള ആ വലിയൊരു ബോധ്യത്തിലേക്ക് കടന്നു വന്നു. അന്നേരം ഓരോ ബലിയർപ്പിക്കാൻ പോകുമ്പോഴും ഞാൻ പാപിയാണെന്നുള്ളൊരു ബോധ്യം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഞാൻ പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നിൽക്കുന്നതെന്നുള്ളൊരു ബോധ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരിക്കണം. അപ്പോഴാണ് ഞാൻ നിസ്സാരനാണെന്നുള്ളൊരു ബോധ്യം, ഞാൻ ദൈവത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്, ദൈവം പരിശുദ്ധനാണ്, ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത് അവൻ വിശുദ്ധിയിലേക്കാണെന്നുള്ളൊരു വലിയൊരു ബോധ്യം ഇതിലൂടെ എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിലേക്ക് നിറയും. അവൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. നമ്മളെ വിശുദ്ധിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്, അശുദ്ധിയിലേക്കല്ല എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നുള്ള വലിയൊരു ബോധ്യം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ അതിൻ്റെ 5-ാം വാക്യത്തിൽ യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ സ്വർഗത്തിൻ്റെ ദർശനമുണ്ടായപ്പോൾ യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, ഞാൻ പാപിയായ മനുഷ്യൻ, ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവൻ, അശുദ്ധമായ അധരങ്ങളുടെ മധ്യേ വസിക്കുന്നവൻ, എനിക്ക് ദുരിതമെന്ന് പറഞ്ഞ് യെശയ്യാ പ്രവാചകൻ മനസ്സിലായി, ഞാൻ പരമപരിശുദ്ധനായ ദൈവത്തെ കണ്ടു. അന്നേരം ആ ഒരു ബോധ്യം, ഞാൻ പാപിയാണെന്നുള്ള ബോധ്യം ഇവിടുത്തെ യെശയ്യാ പ്രവാചകന് ലഭിക്കുക. അതായത് നമുക്ക് ശതാധിപനും മനസ്സിലാക്കുകയാണ്, ഞാൻ പാപിയാണെന്നുള്ള ഒരു ബോധ്യം ശതാധിപൻ പറയുകയാണ്, കർത്താവേ നീ എൻ്റെ ഭവനത്തിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് ശതാധിപൻ ഏറ്റു പറയുകയാണ്. സെൻറ്റ് പോൾ പറയുന്നുണ്ട്, പരമപരിശുദ്ധനായ സെൻറ്റ് പോൾ പറയുകയാണ്, ഞാൻ പാപികളിൽ ഒന്നാമൻ, ഞാൻ പാപികളിൽ ഒന്നാമനെന്ന് പറഞ്ഞ സെൻറ്റ് പോൾ പറയുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതം ഒന്ന് പരിശോധിക്കുമ്പോൾ ഞാനും നിങ്ങൾ പറയണം, ഞാനും പാപിയാണെന്നുള്ളൊരു ബോധ്യം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടാകണം. ഹല്ലേലൂയ. അന്നേരം ദൈവം എന്നെ വിശുദ്ധിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇവിടിതാ ശതാധിപൻ പറയുകയാണ്, നീ എൻ്റെ ഭവനത്തിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല. ഹൃദയത്തിൻ്റെ തികവിൽ നിന്ന് ഇതാ ശതാധിപൻ വിളിച്ചു പറയുകയാണ്, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, നീ ഒരു വചനം പറഞ്ഞാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. അത് കഴിഞ്ഞിട്ട് അതിന് കണ്ടിന്യൂസ് ആയിട്ട് ശതാധിപൻ പറയുകയാണ്, അതായത് എൻ്റെ ഭൃത്യൻ, ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവരാണ്, എൻ്റെ കീഴിലും അനേകർ ജോലി ചെയ്യുന്നുണ്ട്, ഞാൻ ഒരുവനോട് പോവുക എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു, ഒരുവനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു, മറ്റൊരുവനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ഇത് ചെയ്യുന്നു. അന്നേരം ഞാൻ ഒരുവനോട് പറഞ്ഞാൽ അവൻ അത് ചെയ്യുന്നു. അതായത് ഒരുവനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു, അവൻ എന്നെ അനുസരിക്കുന്നു, ഞാൻ പറയുന്നതെല്ലാം അവൻ അതേപടി ചെയ്യുന്നു. അന്നേരം ഞാനിത് പറഞ്ഞാൽ ഇത് സംഭവിക്കുമെങ്കിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനായ സർവശക്തനായ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചതായിട്ട് നമുക്ക് ജനസിസിൻ്റെ ഉൽപ്പത്തിയുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്നുണ്ട്, എല്ലാം ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കപ്പെടുന്നതായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ വചനം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് സൃഷ്ടിക്കപ്പെടുക. അതിന് ഈ വചനത്തിൻ്റെ ശക്തിയെപ്പറ്റി ഇതാ ശതാധിപൻ വിശ്വസിക്കുകയാണ്. നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, വചനം അത്ഭുതം പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രഭാഷകൻ 42:15 ഇപ്രകാരം പറയുന്നത്, കർത്താവിൻ്റെ പ്രവർത്തികൾ അവിടുത്തെ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. അതായത് കർത്താവിൻ്റെ പ്രവർത്തികൾ അവിടുത്തെ വചനം വഴിയാണ് നിർവഹിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55-ാം അധ്യായം 10-11 തിരുവചനങ്ങൾ ഇപ്രകാരം പറയുന്നുണ്ട്, മഴയും മഞ്ഞും ആകാശത്ത് നിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു, അത് സസ്യങ്ങൾ മുളപ്പിച്ച് ബലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ, ബലരഹിതമായി അത് തിരിച്ചു വരില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും, ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. ഹല്ലേലൂയ.
ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയും. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. അതായത് മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു, അത് അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു, അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് അതിൽ 11-ാം വാക്യമാണ് പറയുന്നത്, എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ, അത് ഫലരഹിതമായി തിരിച്ചു വരില്ല. അന്നേരം ദൈവത്തിൻ്റെ വചനം ഫലരഹിതമായി തിരിച്ചു വരില്ല എന്ന് ദൈവത്തിൻ്റെ വചനം എന്നെയും നിങ്ങളെ ഓർമ്മിപ്പിക്കുക. അന്നേരം ഈ വചനത്തിൻ്റെ ശക്തി, എന്നിട്ട് വീണ്ടും പറയുകയാണ്, എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും, ഞാൻ ഏൽപ്പിക്കുന്ന ഏത് കാര്യവും അത് നിറവേറ്റും. അന്നേരം ഈ വചനത്തെ ഏൽപ്പിക്കുന്ന ഏത് കാര്യവും അത് നിറവേറ്റുക തന്നെ ചെയ്യും. അന്നേരം ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഇതാ ശതാധിപൻ്റെ മനസ്സിലേക്ക് കടന്നില്ല. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചവനായ ദൈവം, അവനെൻ്റെ ഭവനത്തിൽ വരേണ്ട ആവശ്യമില്ല. എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് അവൻ്റെ ഒരു വാക്ക് പറഞ്ഞാൽ, എൻ്റെ യേശു, എൻ്റെ സർവശക്തനായ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കുമെന്ന് ശതാധിപൻ ഹൃദയത്തിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് റോമാക്കാർക്ക് ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 6-ാം തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്, ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെടില്ല. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ വചനം വായിക്കുന്നുണ്ട്, ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവവചനം എന്താണെന്നുള്ള കാര്യം ആ ഒരു ബോധ്യം എനിക്കും നിങ്ങൾക്കുമുണ്ടോ? ദൈവവചനത്തിൻ്റെ ശക്തി എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം ഇപ്രകാരമാണ് പറയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അന്നേരം ഈ വചനം ദൈവമായിരുന്നുള്ള വലിയ ബോധ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. അന്നേരം ഈ വചനത്തിൻ്റെ ശക്തിയാൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് ഞാനും നിങ്ങളും വിശ്വസിക്കണം. ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം അതൊരിക്കലും പരാജയപ്പെടില്ല. അന്നേരം ഒരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. അന്നേരം ഈ ലോകത്തെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനായ ദൈവത്തിൻ്റെ വചനം, എനിക്കൊരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഈ ദൈവവചനത്തിൻ്റെ ശക്തിയെപ്പറ്റി പറയുവാനായിട്ട് ഒരു കാര്യമുണ്ട്. ഞാൻ ദുബായ് സെൻറ്റ് മേരീസ് പള്ളിയിൽ രാത്രിയിൽ 9 മണിക്ക് അറബിക് അഡോറേഷനുണ്ട്. ഞാൻ എൻ്റെ എല്ലാ ചൊവ്വാഴ്ചകളിലും അറബിക് അഡോറേഷൻ ഞാൻ പങ്കെടുക്കാറുണ്ട്. അന്നേരം അവിടെ അരുളിക്കായിൽ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആരാധിക്കുന്നുണ്ട്. അന്നേരം ഒരു ദിവസം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ അരുളിക്കായില്ല, വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിട്ടില്ല. അവിടെ ഞാൻ കാണുന്നത് ഒരു ബൈബിള് എടുത്തു വച്ചിരിക്കുക. ഒരു ബൈബിൾ എടുത്തു വെച്ച് ക്യാൻഡിലൊക്കെ കത്തിച്ചു വെച്ച് അവർ പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു. അന്നേരം എനിക്ക് ആദ്യമേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അന്നേരം ഞാൻ പരിശുദ്ധാത്മാവോട് ചോദിച്ചു, പരിശുദ്ധാത്മാവ് ഇന്ന് എന്ത് പറ്റി? പരിശുദ്ധാത്മാവ് ഉടൻ തന്നെ ദൈവത്തിൻ്റെ ഒരു വചനം എൻ്റെ മനസ്സിലേക്ക് തരികയാണ്. അതായത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. അന്നേരം വചനം ദൈവമായിരുന്നു. അന്നേരം ഈ ദൈവമാകുന്ന വചനത്തെ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. വചനം ദൈവമായിരുന്നു. അന്നേരം ഈ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഞാനും നിങ്ങളും കൊണ്ട് നടക്കുന്ന ക്യാരി ചെയ്യുന്ന ഈ ബൈബിൾ, ഈ ദൈവത്തിൻ്റെ വചനം അത് മനസ്സിലാക്കുവാൻ, അതായത് ഹെബ്രായർ 4:12 പറയുന്നു, ദൈവത്തിൻ്റെ വചനം സജീവമാണ്, ഊർജ്ജസ്വലമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. അന്നേരം ദൈവത്തിൻ്റെ വചനം സജീവമാണ്, ഊർജ്ജസ്വലമാണ്. അതുകൊണ്ടാണ് ജെറമ്യാ 23:29 ഇപ്രകാരം പറയുന്നത്, എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലെന്നാണ് ചോദിക്കുന്നത്. എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലെന്നാണ് ചോദിക്കുന്നത്. വീണ്ടും ജെറമ്യാ 5:14 ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, അതാ എൻ്റെ വചനം നിൻ്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു, എൻ്റെ വചനം നിൻ്റെ നാവിൽ ഞാൻ തീയാക്കും, അവരെ വിറകാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ദൈവത്തിൻ്റെ വചനം തീ പോലെ എൻ്റെയും നിങ്ങളുടെയും ആദരത്തിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുകയാണ്. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 4-മുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ഇതാ എൻ്റെ വചനം നിൻ്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. എന്നിട്ടാണ് പറയുന്നത്, പിഴുതെറിയുവാനും ഇടിച്ചു തകർക്കുവാനും തകിടം മറിക്കുവാനും നട്ടു വളർത്തുവാനും ഇതാ രാജ്യങ്ങളുടെ മേലും നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. അന്നേരം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി എന്താണെന്ന് ഞാനും നിങ്ങളും
മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, വചനം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം ചെയ്യും. വിശ്വസിക്കണം. ദൈവവചനത്തിൽ ഞാനും നിങ്ങളും വിശ്വസിക്കണം. ഈ ശതാധിപൻ വിശ്വസിച്ചു. നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, നീ ഒരു വചനം പറഞ്ഞാൽ മതി. ഈ വചനം കൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനായ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. ഈ ദിവസം ഞാനും നിങ്ങളും വിശ്വസിക്കണം, എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ദൈവം ഒരു വാക്ക് ഇന്ന് എന്നോട് നിങ്ങളോട് സംസാരിക്കണം. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് ഞാനും നിങ്ങളും ദൈവവചനത്തിൽ വിശ്വസിക്കണം. ഹല്ലേലൂയ. ആ വചനത്തിന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല. അത് പാറയെ തകർക്കുന്ന കൂടം പോലെയല്ലേ. നിൻ്റെ ജീവിതത്തിൽ എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിനനുസരിച്ചുള്ളൊരു വചനം കണ്ടുപിടിച്ച് പ്രാർത്ഥിച്ചാൽ, ഈ ശതാധിപൻ വിശ്വസിച്ചതുപോലെ, ദൈവമേ നീ ഒരു വാക്ക് പറഞ്ഞാൽ എൻ്റെ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് ഞാനും നിങ്ങളും വിശ്വസിക്കണം. ഹല്ലേലൂയ. അന്നേരം ഈ വചനത്തിൽ ഞാനും നിങ്ങളും വിശ്വസിക്കണം. ശതാധിപൻ വിശ്വസിച്ചതുപോലെ ഞാനും നിങ്ങളും വിശ്വസിക്കണം. ഇതുകൊണ്ടാണ് മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ അതിൻ്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ദൈവത്തിൽ വിശ്വസിക്കുക. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 22 വാക്യങ്ങൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ദൈവത്തിൽ വിശ്വസിക്കുക. നമ്മൾ ചോദിക്കും, നമുക്ക് ദൈവത്തിൽ വിശ്വാസമില്ലേ? വി ഹാവ് ഫെയ്ത്ത്. നോർമലി എല്ലാവരും പറയും നമുക്ക് ഫെയ്ത്ത് ഉണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ ദൈവത്തെ ആ ദൈവമാണെന്നറിഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളും വിശ്വസിക്കുന്നുണ്ടോ? ഇവിടെയാണ് പറഞ്ഞത് ദൈവത്തിൽ വിശ്വസിക്കുക. അന്നേരം ദൈവത്തിൽ, അതിൻ്റെ മുമ്പിലോട്ട് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, തലേ ദിവസം യേശുവും ശിഷ്യന്മാരുടെ അതുവഴി നടന്നു പോയപ്പോൾ ഒരു അത്തിവൃക്ഷത്തിൽ ഫലങ്ങളുണ്ടോ നോക്കിക്കഴിഞ്ഞപ്പോൾ യേശു പ്രതിവചിച്ചു, ഇനിയും നിന്നിൽ നിന്നാരും ഭക്ഷിക്കാതിരിക്കട്ടെ. പിറ്റേ ദിവസം അതുവഴി കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ആ അത്തിവൃക്ഷം സമൂലം ഉണങ്ങിയിരിക്കുന്നു. അന്നേരം പത്രോസ് യേശുവിനെ ഓർമ്മിപ്പിക്കുകയാണ്, അതായത് ആ അത്തിവൃക്ഷം ഉണങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ടാണ് യേശു പറഞ്ഞിരിക്കുന്നത്, യേശു പ്രതിവദിച്ചു, ദൈവത്തിൽ വിശ്വസിക്കുക. എന്നോട് നിങ്ങൾ പറയുകയാണ്, ദൈവത്തിൽ വിശ്വസിക്കുക. ഇന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുകയാണ്, മക്കളെ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക. നമ്മൾ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയും, പക്ഷേ ദൈവത്തിൽ എത്രമാത്രം വിശ്വാസം എനിക്കും നിങ്ങൾക്കും ഉണ്ടെന്ന് ചോദിക്കുക. എന്നിട്ടാണ് പറയുന്നത്, എന്നിട്ട് വീണ്ടും പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കല്ലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതായത് നമ്മുടെ ജീവിതത്തിൽ അനേകം മലകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരുപക്ഷെ രോഗത്തിൻ്റെ മലയാകാം, ഒരുപക്ഷെ സാമ്പത്തിക പ്രതിസന്ധിയുടെ മലയാകാം, ഒരുപക്ഷെ മറ്റു പലതിൻ്റെയും മലകളാകാം, ഒരുപക്ഷെ ജോലി ഇല്ലാത്തതിൻ്റെ മലകളാകാം, ഒരുപക്ഷെ മക്കളുടെ അഡ്മിഷൻ്റെ പ്രശ്നങ്ങളാകാം, ഒരുപക്ഷെ കുടുംബ സമാധാനത്തിൻ്റെ മലയാകാം. അങ്ങനെ പലവിധമായ മലകൾ എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ ഉയർന്നു നിൽക്കുന്നുണ്ട്. അന്നേരം ഈ മലയാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു പ്രതിബന്ധമായി ഇന്ന് നിൽക്കുന്നത്. അന്നേരം ദൈവം പറയുകയാണ്, യേശു പറയുക, അതായത് ഈ മലയോട്, നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മലയോട് നീ വിശ്വാസത്തോട് പറയുക. ആരെങ്കിലും ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുള്ള ആർക്ക് വേണേലും പറയാം, നീ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ മലയോട് നമ്മൾ പറയണം, എൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിലുള്ള മലയോട് നമ്മൾ പറയണം, അത് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് വേണം പറയാൻ. ഈ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പറയണം. എൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുക. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹോസ്പിറ്റലിൽ 42 ദിവസം വെന്റിലേറ്ററിൽ കിടന്നൊരു പേഷ്യൻറ്റ്. അദ്ദേഹത്തിന് ദർ ഇസ് നോ ഹോപ്പ് അറ്റ് ഓൾ. ഞാൻ എപ്പോഴും പറയുന്നൊരു സംഭവമുണ്ട്, ഹോപ്പ് ഇല്ലാത്തിടത്താണ് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നത്. അതായത് ഹോപ്പ് ഇല്ലാത്തിടത്താണ് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നത്. അന്നേരം ഇദ്ദേഹത്തിൻ്റെ ഡോക്ടേഴ്സ് പറഞ്ഞു 42 ദിവസമായി. ഒരു ദിവസം ICUവിൽ പ്രാർത്ഥിക്കാനായിട്ട് എന്നെ അവർ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സിനോട് ഞാൻ ചോദിച്ചു, വാട്ട് ഈസ് എ പൊസിഷൻ എന്ന് പറഞ്ഞു. ഡോക്ടേഴ്സ് പറഞ്ഞു, ഒരു രക്ഷയുമില്ല. ഇദ്ദേഹത്തിൻ്റെ കൈ ഒന്ന് പൊക്കിയാൽ
നമുക്ക് എന്തെങ്കിലും ചെയ്യാം. പെട്ടെന്ന് ദൈവത്തിൻ്റെ ഒരു വചനം എൻ്റെ ഹൃദയത്തിലേക്ക് വരിക. അപ്പോസ്തലപ്രവൃത്തികൾ 3-ാം അധ്യായം അതിൻ്റെ 4 വാക്യങ്ങൾ നമുക്കിങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. പത്രോസും യോഹന്നാനും അവിടെ ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഭിക്ഷ യാചിച്ച ഒരാൾ കിടപ്പുണ്ടായിരുന്നു. അവനോട് പറഞ്ഞു, ഞങ്ങൾക്ക് എന്തെങ്കിലും തരണേ. അന്നേരം പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല, എൻ്റെ കയ്യിലുള്ളത് നിനക്ക് ഞാൻ തരുന്നു. നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ കൈക്ക് പിടിച്ച്, ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഇദ്ദേഹത്തിൻ്റെ കൈക്ക് പിടിച്ച് പൊക്കി. പ്രൈസ് ദി ലോർഡ്. ഇദ്ദേഹം കൈ പിടിച്ച് എഴുന്നേറ്റിരുന്നു. ഹല്ലേലൂയ. ഇറ്റ്സ് ദ പവർ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവ വചനത്തിൻ്റെ ശക്തിയാണ്. അന്നേരം ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കല്ലിച്ചെന്ന് വീഴുക എന്ന് പറയും, താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ജെയിംസ് യാക്കോബിലെ ലേഖനം 1-ാം അധ്യായം 6-ഉം 7-ഉം തിരുവചനങ്ങൾ നമ്മൾ ഓർക്കണം. അതായത് നമ്മൾ വിശ്വാസത്തോടു കൂടി വേണം ചോദിക്കാൻ. അതായത് വിശ്വാസമില്ലാത്തവൻ കാറ്റിൽ ഇളകി മറിയുന്ന കടൽ തിരക്ക് തുല്യനാണ്. അവന് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന് കരുതരുത്. അന്നേരം വിശ്വാസത്തോടു കൂടി വേണം ഞാനും നിങ്ങളും ചോദിക്കുവാൻ. അന്നേരം ദൈവ വചനത്തിൽ, അന്നേരം ഈ ശതാധിപൻ വിശ്വസിച്ചതുപോലെ ഞാനും നിങ്ങളും ദൈവവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമ്മൾ കേട്ട വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് കൊണ്ടുവരാം. നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ദൈവവചനം ഇന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തി ശതാധിപൻ യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു ചെന്നു. എന്നെയും നിങ്ങളെയും ആ ഒരു മകളെന്നുള്ള ആ ഒരു സ്വാതന്ത്ര്യത്തോടുകൂടി യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ശതാധിപൻ പോയത് സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല. അനേകർ ഇന്ന് ഈ ലോകത്തിൽ എൻ്റെ അടുത്തൊക്കെ അനേകർ യേശുവിനെ അറിയാത്തവർ, അനേകർ വേദനിക്കുന്നവരുണ്ട്. അവരെയും കൊണ്ട് യേശുവിൻ്റെ അടുത്തേക്ക് പോകുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. എല്ലാവരോടും, തൻ്റെ ഭവനത്തിലുള്ള എല്ലാവരോടും കരുണ കാണിച്ച ഒരു ശതാധിപൻ. എന്നിട്ട് ശതാധിപൻ യേശുവിൻ്റെ അടുത്തേക്ക് നീങ്ങിയപ്പോൾ ശതാധിപനെ തന്നെ ഒന്ന് പരിശോധിക്കുകയായിരുന്നു. ഞാൻ പാപിയാണെന്നുള്ള ബോധ്യം. ഓരോ ബലിയർപ്പിക്കാൻ പോകുമ്പോഴും നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി. കർത്താവേ, ഇന്നിപ്പോൾ ഇവിടെ ആയിരിക്കുന്ന ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവെ, അങ്ങ് ഒരു വാക്ക് ഇന്ന് കൽപ്പിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്ന കർത്താവെ, എല്ലാ പ്രതിസന്ധികളും കർത്താവെ ഈ മക്കളിൽ നിന്ന് നീങ്ങിപ്പോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, രോഗബാധകളിൽ നിന്ന് ദൈവമേ ഈ മക്കളെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കടബാധ്യതയിൽ നിന്ന് ദൈവമേ മോചനം കൊടുക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്ന കർത്താവെ, അഡ്മിഷന് വേണ്ടി ആഗ്രഹിക്കുന്ന മക്കളെ ദൈവമേ അഡ്മിഷൻ കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വിശ്വാസത്തിൽ വർദ്ധിക്കുവാനായിട്ടുള്ള ദൈവമേ വലിയൊരു കൃപ കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, മാതാവേ, സകല വിശുദ്ധരെ മധ്യസ്ഥയായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാളമായി പാത തെളിക്കും സ്നേഹത്തിൻ പുതുയാത്ര.